ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ അടുത്ത മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 127ാമത്തെ മെനു ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അരിയൊക്കെ വറുത്തിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. സൂപ്പർ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പരിപ്പൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അതിന് കോമ്പിനേഷനായിട്ട് ക്യാബേജ്, ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ കോട്ടയം മീൻകറി, അത് ഓൾറെഡി എൻ്റെ ചാനൽ റെസിപ്പി ഉണ്ട്. വീട്ടിലുണ്ടാക്കിയ അച്ചാർ, കുറച്ച് കൊണ്ടാട്ടം, സാലഡൊക്കെ വെച്ചിട്ട് നമ്മുടെ സൂപ്പറായിട്ടുള്ള മെനു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുളിങ്കറിയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇതേപോലത്തെ നിറയെ കേരള ലഞ്ച് മെനൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീൽ പ്ലാൻ ഐഡിയാസ് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അത് കൂടാതെ തന്നെ വേറെയും ലഞ്ച് റെസിപ്പീസും പിന്നെ ഡിന്നർ റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അരി വറുത്ത പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് കുമ്പളങ്ങയാണ് കഷ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. കുമ്പളങ്ങ ഇങ്ങനെ ഡൈസ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിങ്കറി ആകുമ്പോൾ പുളിവെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പുളിയുടെ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കഷ്ണം വേകാൻ ആവശ്യമുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് റെഡി ആവുന്ന സമയം കൊണ്ട് ലോ ഫ്ലെയിമിൽ ഒരു പാനിൽ നമ്മൾ കുറച്ച് ഉലുവയും കുറച്ച് പച്ചരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് നന്നായി വറുത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്ന മുളകും കൂടി ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് വറുത്തെടുത്ത് തണുപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പ്രഷർ കുക്ക് ആയിട്ടുണ്ട് കുമ്പളങ്ങ. തിരിച്ച് ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഭയങ്കര നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടി കൂടാതെ നമുക്ക് കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത് ശർക്കരയാണ്. അപ്പോൾ ലേശം ശർക്കര ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അതിൻ്റെ ഒപ്പം നമ്മൾ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ നന്നായി വെണ്ണ പോലെ അരച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തള വരുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വറുത്തിടുക. അതായത് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉലുവയും മുളകും കരിവേപ്പിലയും കൂടെ വറുത്തെടുത്തതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. അടുത്ത് ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസും കൂടിയുള്ള മെഴുക്കുവരട്ടിയാണ്. അതിനായിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിൽ. അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ലൈറ്റായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊന്ന് കളർ മാറി ഒന്ന് വെന്ത് വന്നാൽ മതി സവാള. അപ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാബേജ് ഇതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്യാബേജിലേക്ക് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് വെന്ത് വരുന്ന വരെ ഇത് കുക്ക് ചെയ്യണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്നൊരു മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാബേജ് ഏകദേശം വെന്ത് വരുമ്പോൾ ഞാൻ ഓൾറെഡി ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് ഞാൻ നുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്കതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ പാനിൽ കിടന്നൊന്ന് മൊരിയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് വരും.
അപ്പോൾ അത് ഉടച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് അങ്ങോട്ട് ഉടയ്ക്കണ്ട, വെറുതെ ഒരു 2 കഷ്ണമാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ.